നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെയായി 2000 കോടി രൂപയിലധികം സ്വത്ത്. പ്രവാസ ജീവിതത്തിലെ വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കേരളത്തിലെത്തിയ അസീസ് താഹ. കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ അനുവദിക്കുന്ന കാലം നെടുമങ്ങാട് കരകുളത്ത് ഒരു കുന്നിൻ മുകളിൽ PA അസീസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നൊരു മനോഹരമായ കോളേജ് അദ്ദേഹം നിർമ്മിച്ചു. എന്നാൽ അതേ കോളേജ് കെട്ടിടത്തിനുള്ളിൽ കത്തിക്കരിഞ്ഞ കുറെ അസ്ഥി കഷ്ണങ്ങളായി ഇന്ന് അസീസ് താഹ. കോളേജിനുള്ളിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലെ ഹാളിലാണ് ഒരു പുരുഷ മൃതദേഹം ആദ്യം കണ്ടെത്തിയത്. പിന്നീട് മൃതദേഹം കോളേജ് ഉടമ മുഹമ്മദ് അബ്ദുൾ അസീസ് താഹിയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചു. മൃതദേഹമെന്ന് പറയുക വയ്യ, അസ്ഥികഷ്ണങ്ങളും തലയോടുമായി വേർതിരിക്കപ്പെട്ട നിലയിൽ കത്തിക്കരിഞ്ഞിരുന്നു. തൊട്ടടുത്ത് ടയറുകളും ഇലക്ട്രോണിക് സാധനങ്ങളുമൊക്കെ തീ ആളിപ്പടർന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ. നെടുമങ്ങാട് മുല്ലശ്ശേരി വേങ്കോട് റോഡിലാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ഈ മൃതദേഹം കണ്ടെത്തിയത്. കോളേജിനുള്ളിലെ ഹാളിൽ നിന്ന് തീ പടരുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് പരിശോധന നടത്തി ടയർ കത്തിയതിന്റെ അവശിഷ്ടങ്ങളാണ് ആദ്യം കണ്ടെത്തിയത്. പിന്നീട് അബ്ദുൾ അസീസ് താഹിയുടെ മൃതദേഹം അതിനുള്ളിലുണ്ട് എന്ന് ജീവനക്കാർ കണ്ടെത്തി. തൊട്ടടുത്ത് ചിതറിക്കിടന്ന മൊബൈൽ ഫോണും കണ്ണാടിയും കണ്ടെത്തിയാണ് ആ കത്തിക്കരിഞ്ഞ ശവശരീരം അസീസ് താഹിയുടേതാണ് എന്ന് ജീവനക്കാർ സ്ഥിരീകരിച്ചത്. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. ഇന്ന് നേരം വെളുത്ത് ഉച്ചയോടടുത്ത സമയമായിട്ടും തീ പൂർണ്ണമായും കെട്ടടങ്ങിയിരുന്നില്ല. ഏറെ കടബാധ്യതകളുണ്ടായിരുന്നു അബ്ദുൾ അസീസ് താഹിക്ക്. തിങ്കളാഴ്ച വൈകുന്നേരം പണം കടം കൊടുത്തവർ അദ്ദേഹത്തിനരികിൽ വന്ന് വലിയ ബഹളമുണ്ടാക്കി. തിങ്കളാഴ്ച ഇദ്ദേഹം കോളേജിനടുത്തുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ വ്യക്തമാക്കി. പണം കൊടുത്തവർ ബഹളം വയ്ക്കുകയും പിന്നീട് കോളേജിനുള്ളിൽ ചില കശപിശ ഉണ്ടാവുകയും ചെയ്തുവെന്ന വിവരവും പുറത്തുവരുന്നു. അതുകൊണ്ട് താഹിയുടേത് ഒരു ആത്മഹത്യയാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള കൊലപാതക സാധ്യതയുണ്ടോ എന്ന് പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയില്ല. സംഭവത്തിൽ തികഞ്ഞ ദുരൂഹതയുണ്ട് എന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. പോലീസ് അന്വേഷണം നടക്കുന്നു. കോളേജ് ഉടമ മുഹമ്മദ് അസീസ് താഹ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് മന്ത്രി അനിലും പറഞ്ഞത്. കൊല്ലം ഇരവിപുരം സ്വദേശിയാണ് അബ്ദുൾ അസീസ് താഹ. പേയാട് വാടകയ്ക്കാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഇൻഷുറൻസ് ഏജന്റായി ജോലി നോക്കുകയായിരുന്നു ഗൾഫിൽ അസീസ് താഹ. കൊല്ലത്തെ കോൺഗ്രസ് നേതാവായിരുന്ന PA അസീസിന്റെ മകളെ അദ്ദേഹം വിവാഹം ചെയ്തു. അസീസിന് പൊതുവെ കോൺഗ്രസ് പാർട്ടിയിലൊക്കെ നല്ല പേരുള്ള സമയം. ദുബായിലെ ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും ഒക്കെ വാർത്തകളും വിവാദങ്ങളും വളർന്നു വന്ന കാലഘട്ടം. അന്നവിടെ ഇൻഷുറൻസ് ഏജന്റായ താഹയും ഈ കേസുകളിൽ പെട്ടു. ഗൾഫിൽ ഇൻഷുറൻസ് ഏജന്റായി ജോലി നോക്കിയിരുന്ന താഹ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിക്കൂട്ടി. കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെയായി 100 കണക്കിന് ഏക്കർ ഭൂമി. തിരുവനന്തപുരത്ത് കേശവദാസപുരം ജംഗ്ഷനിൽ പോലും ഏകദേശം 2.5 ഏക്കറോളം ഭൂമി. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കേസുകൾ വിവാദത്തിലാവുകയും താഹയ്ക്കെതിരെ ചില നിയമ നടപടികൾ ഗൾഫിൽ തുടങ്ങിവെക്കുകയും ചെയ്തു. തുടർന്ന് താഹ ഒരുവിധം കേരളത്തിലേക്ക് രക്ഷപ്പെട്ടു. എന്നാൽ ഇന്റർപോൾ കേസെടുത്തിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഗൾഫിൽ നിന്നുള്ള സമ്പാദ്യം ഉപയോഗിച്ചാണ് അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിന് തുടക്കമിട്ടത്. വലിയ മുതൽ മുടക്കിൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി നല്ല തലയെടുപ്പുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അദ്ദേഹം തുടക്കമിട്ടു. എന്നാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഫിലിയേഷൻ വാങ്ങാതെ ചില കോഴ്സുകൾ കോളേജിൽ തുടങ്ങിയതുവഴി കോളേജിന് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ നഷ്ടപ്പെടുന്ന ഘട്ടത്തിലെത്തി. പിന്നീട് യൂണിവേഴ്സിറ്റിയുമായി നീണ്ട നിയമയുദ്ധം. ഒടുവിൽ തന്റെ കോളേജ് റീഓപ്പൺ ചെയ്യാൻ താഹയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ഇതിനിടയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടി. ഗൾഫിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന കേസ് അതിന്റെ മൂർത്തിഭാവം കൈവരിച്ചു. ഇന്ത്യയിലും കേസന്വേഷണത്തിനായി ഏജൻസികളെത്തി. അദ്ദേഹത്തിന്റെ കേരളത്തിലെ സ്വത്തുക്കളുടെ മേൽ അറ്റാച്ച്മെന്റ് നിലവിൽ വന്നു. അതുകൊണ്ട് തന്നെ ആ സ്വത്തുക്കൾ വിൽക്കാനോ അതിനെ പണമാക്കി മാറ്റാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അസീസ് താഹയുടെ കുടുംബം ഇതിനിടയിൽ ഗൾഫിൽ പെട്ടുപോയി. ട്രാവൽ ബാൻ കാരണം അവർക്ക് നാട്ടിലേക്ക് കടക്കാൻ വയ്യാത്ത സ്ഥിതിവിശേഷം. അസീസിന് ഗൾഫിലേക്ക് തിരിച്ചു പോകാനും മാർഗമില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെയൊക്കെയോ വലിയ പണമുണ്ടാക്കിയ അസീസ് പിന്നീട് ആകെപ്പെട്ടു എന്ന് തീർത്തു പറയാം. പണമുണ്ട് എന്നല്ലാതെ മറ്റ് യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല. എന്തിനേറെ കുടുംബവുമായി പോലും അകന്നു കഴിയേണ്ട സ്ഥിതിവിശേഷം. ഇതിനിടയിൽ എഞ്ചിനീയറിംഗ് കോളേജ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. പലരിൽ നിന്നായി ഒരുപാട് പണം കടം വാങ്ങി. തന്റെ സ്വത്തുക്കൾ വിറ്റുകിട്ടുന്ന പണം കൊണ്ട് കടമൊക്കെ തീർക്കാമെന്നാണ് അസീസ് താഹ കണക്കുകൂട്ടിയത്. എന്നാൽ ഒരൊറ്റ സ്വത്ത് പോലും വിൽക്കാൻ കഴിയാതെ വന്നു. അസീസ് താഹയുടെ സ്വത്തുക്കളുടെ മേലൊക്കെ കേസുണ്ട് എന്ന പ്രചരണം നാട്ടിലും ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾ പോലും ആ സ്വത്ത് വാങ്ങാൻ തയ്യാറായി മുന്നോട്ട് വന്നില്ല. ജീവിതത്തിലും ബിസിനസ്സിലുമൊക്കെ അമിതമായ ആത്മവിശ്വാസമുള്ള വ്യക്തിയായിരുന്നു അസീസ് താഹ. എന്നാൽ എല്ലാം കൈവിട്ടുപോയി.
പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേസും കേസിന്മേൽ കേസും. എഞ്ചിനീയറിംഗ് കോളേജ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ഇതൊരു അസീസ് താഹിയുടെ മാത്രം ചരിത്രമല്ല. കേരളത്തിൽ കൂണുപോലെ മുളച്ചുപൊങ്ങിയ നൂറുകണക്കിന് എഞ്ചിനീയറിംഗ് കോളേജുകൾ. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 10%-ലധികം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. നഷ്ടങ്ങളുടെ പെരുക്കപ്പട്ടിക മാത്രമാണ് ആ കോളേജുകളുടെ മാനേജ്മെൻറ്റിന് പറയാനുള്ളത്. പല സ്ഥലങ്ങളിലും കോളേജ് വിൽക്കാൻ മാർഗമില്ലാതെ കുഴഞ്ഞു നിൽക്കുകയാണ് മാനേജ്മെന്റ്. എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിയുമ്പോൾ ബാങ്കുകൾ പൊതുവെ നേരിട്ട് വായ്പ അനുവദിക്കുന്ന പതിവില്ല. അവർക്ക് അഡീഷണൽ കൊളാറ്ററൽ സെക്യൂരിറ്റി മതിയാവോളം കൊടുക്കണം. അതുകൊണ്ട് തന്നെ താമസിക്കുന്ന വീടും സുഹൃത്തുക്കളുടെ പറമ്പുമൊക്കെ കൊളാറ്ററൽ സെക്യൂരിറ്റിയായി കൊടുത്താണ് മിക്കവരും എഞ്ചിനീയറിംഗ് കോളേജുകൾ നിർമ്മിച്ചത്. എഞ്ചിനീയറിംഗ് കോളേജുകൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ആ സ്ഥലം വാങ്ങാൻ ആരുമില്ല എന്ന സ്ഥിതിവിശേഷം. പലരുടെയും വീടുകളും സ്വത്തുക്കളുമൊക്കെ ബാങ്ക് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് കേരളത്തിൽ. കേരളത്തിലെ 70% എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇപ്പോൾ നഷ്ടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ചുരുക്കം ചില സ്ഥാപനങ്ങൾ വലിയ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിലായതുകൊണ്ട് മറ്റു ബിസിനസ്സുകളിൽ നിന്ന് കിട്ടുന്ന ലാഭം അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. എഞ്ചിനീയറിംഗ് കോഴ്സിനൊന്നും ഇപ്പോൾ കേരളത്തിൽ വലിയ വിലയില്ല. +2 കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് എങ്ങനെയെങ്കിലും കടക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അഥവാ ഇനി എഞ്ചിനീയറിംഗ് ഒരു പ്രൈവറ്റ് കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ അത് ബംഗളൂരുവിലോ തമിഴ്നാട്ടിലെ ഏതെങ്കിലും നല്ല കോളേജുകളിലോ പഠിക്കാനുള്ള വ്യഗ്രത കുട്ടികളിലും കൂടുതലാണ്. കുറച്ചു കാലമെങ്കിലും മറ്റു കുട്ടികളോടൊപ്പം ഒരു സഹവർത്തിത്വം, കേരളം വിട്ട് ഒരു പഠനശൈലി. ഏതെങ്കിലും ഒരു ബിസിനസ് ക്ലിക്കായാൽ പിന്നെ കൂട്ടത്തോടെ മറ്റെല്ലാവരും അതേ ബിസിനസ് പാതയിലേക്ക് ഓടിച്ചെല്ലുന്ന ശീലം കേരളത്തിൻ്റെ ഒരു പതിവാണ്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ച കാലഘട്ടത്തിൽ പല പ്രവാസി പ്രാഞ്ചിയേട്ടന്മാരും ചാടി വീണു. കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഉടമ എന്നൊരു ലേബൽ വീഴുമല്ലോ. അത്തരം പ്രാഞ്ചിയേട്ടന്മാരൊക്കെ ഇപ്പോൾ നിലത്ത് കിടന്ന് നീന്തുകയാണ്. രക്ഷപ്പെടാനും ജീവിക്കാനും മാർഗമില്ലാത്ത തലത്തിൽ. അസീസ് താഹിയും അതിൽ പെട്ടുപോയി എന്ന് പൂർണ്ണമായി പറയേണ്ടി വരും. അതിലപ്പുറം ഗൾഫിലെ പ്രവൃത്തികൾ കൈവിട്ടതാകുമ്പോൾ അതിൻ്റെ പ്രതിധ്വനികൾ കേരളത്തിലുമെത്തും എന്ന് അസീസ് താഹിയെ പോലുള്ളവർ ഇപ്പോൾ തിരിച്ചറിയുന്നു. എവിടെയാണ് ജീവിതത്തിൻ്റെ ബാലൻസ് തെറ്റിയത് എന്നതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ. എന്നാൽ അതിലപ്പുറം ഒരുപാട് ദുരൂഹതകൾ അവശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അസീസ് താഹിയുടെ ഈ ദുരൂഹ മരണവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.